എന്താണ് jQuery? നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ jQuery പഠിക്കേണ്ട ആവശ്യകത എത്രമാത്രമാണ്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. jQuery എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗുലറിൻ്റെ റിയാക്റ്റിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിംവർക്കാണ്, അല്ലെങ്കിൽ ഒരു ലൈബ്രറി എന്ന് തന്നെ പറയാം. ഫ്രെയിംവർക്ക് എന്ന് തന്നെ പറയാൻ പറ്റൂല ഈ jQueryനെ. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ്, നമ്മൾ ആപ്ലിക്കേഷൻസിലൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആംഗുലറും റിയാക്റ്റും Vue.js ഒക്കെ ശരിക്കും ഈ jQueryനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. jQuery ഉണ്ടായിരുന്ന സമയത്ത് jQueryക്ക് ഒരുപാട് ലൈബ്രറി സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അതെല്ലാം റീപ്ലേസ് ചെയ്ത് jQuery പോയതോടെ അതെല്ലാം പോയി. ഇപ്പോൾ പുതിയ ടെക്നോളജി ആയിട്ട് റിയാക്റ്റും ആംഗുലറൊക്കെ കയറി നിൽക്കുന്ന കാരണം ഈ jQueryനെ ഔട്ട്ഡേറ്റഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇനിയത്തെ കാലഘട്ടത്തിൽ സ്റ്റുഡൻസ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അബ്സല്യൂട്ട്ലി അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ പറയാനുള്ളത്. jQuery ഇപ്പോൾ പഠിക്കേണ്ട ഒരു കാര്യമില്ല.